നേരം പുലർന്നു തുടങ്ങുന്നു. വാരണാസിയിൽ നിന്നും ബീഹാർ സംസ്ഥാനത്തെ ഗയയിലേക്കാണ് എൻ്റെ യാത്ര. 5 മണിക്കൂർ 30 മിനിറ്റ് സമയമാണ് ഗൂഗിൾ പറയുന്നത്. അമ്മയുമൊത്തുള്ള ഈ നോർത്ത് ഇന്ത്യൻ യാത്രയിൽ ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച സ്ഥലമാണ് ഗയ. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം, അവിടുത്തെ ക്ഷേത്ര സമുച്ചയം, ബോധിവൃക്ഷം ഒക്കെ കാണണം. വാരണാസിയിലെ തെരുവുകൾ ഉണർന്നു തുടങ്ങുന്നതേയുള്ളൂ. കുറച്ചു കഴിഞ്ഞ് പുറപ്പെട്ടാലും മതി. 5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഇത്തരം ഇടുങ്ങിയ വഴികൾ നേരം പുലരുന്നതോടെ ജനനിബിഡമാവുകയും നല്ല ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവുകയും ചെയ്യും. അത് മനസ്സിലാക്കിയാണ് നേരത്തെ പുറപ്പെട്ടത്. ഫ്ലൈ ഓവറിന് മുകളിലൂടെ നഗരം കൂടുതൽ വിശാലമായി കാണാം. ഗംഗാനദി ശാന്തമായി ഒഴുകുന്നു. ഗംഗാനദിയുടെ മുകളിലൂടെ പോകുന്ന പാലത്തിലൂടെയാണ് എൻ്റെ യാത്ര. ഗംഗാനദി എത്ര വീതിയിലാണ് ഇതുവഴി പരന്നൊഴുകുന്നതെന്ന് ഈ പാലത്തിൻ്റെ നീളം കണ്ടാൽ മനസ്സിലാവും. വിശാലമായി പരന്നു കിടക്കുന്ന പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വിശാലമായ ആകാശം, വിശാലമായ റോഡ്. സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള ഈ കാഴ്ച ചേതോഹരം തന്നെ. ഒരു പൊട്ടുപോലെ സൂര്യൻ നേരെ മുന്നിൽ. ഞങ്ങൾ നേരെ കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. പ്രകൃതി സുന്ദരിയുടെ നെറ്റിയിലെ ഒരു പൊട്ടുപോലെ എത്ര മനോഹരമാണിത്. 3 വരി പാതയും സർവീസ് റോഡും. എതിർവശത്തേക്കും അതുപോലെ തന്നെ. കൊൽക്കത്ത വരെ നീണ്ടുകിടക്കുന്ന റോഡാണിത്. ബീഹാറിൽ എത്തിയ ശേഷം ഇതേ റോഡിലൂടെ സഞ്ചരിച്ചു വേണം എനിക്ക് കൊൽക്കത്തയിലേക്ക് എത്തുവാൻ. സൂര്യകിരണങ്ങൾ മിനുസമാർന്ന റോഡിൽ സുന്ദരിയുടെ നെറ്റിയിൽ നിന്ന് പൊടിഞ്ഞു വീണ കുങ്കുമം പോലെ പടർന്നു കിടക്കുന്നു. യാത്രയിലെ ഇത്തരം അത്ഭുതങ്ങൾ നൽകുന്ന ഉന്മേഷം ചില്ലറയല്ല. കൊയ്ത്തു കഴിഞ്ഞ വയലേലകൾ. സർവീസ് റോഡിൽ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നു. വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പാറ്റ്ന 127 കിലോമീറ്റർ, രാജ്ഗീർ 97 കിലോമീറ്റർ, ബോധ്ഗയ 19 കിലോമീറ്റർ. ദിശാ ബോർഡ് കാണുന്നു. ബോധ്ഗയയോട് അടുക്കുകയാണ്. ബോധ്ഗയ നഗർ പരിഷത്ത് ബോർഡ് കാണുന്നു. കണ്ണിനും മനസ്സിനും കുളിർമ നൽകിക്കൊണ്ട് 2 വശവും വൃക്ഷങ്ങൾ. ശ്രീബുദ്ധന്റെ സ്ഥലത്താണ് ഞാനിപ്പോൾ. മനസ്സ് വല്ലാതെ തുടിക്കുന്നു. ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്ത് ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ സഞ്ചരിക്കുകയാണ് ഞാൻ. ചൈനീസ് മാതൃകയിലുള്ള വലിയൊരു ബിൽഡിംഗ് കാണുന്നു. ബോധ്ഗയയിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുകയാണ്. വലതുവശത്തായി കാണുന്ന വലിയ കെട്ടിട സമുച്ചയം മഹാവേദിക് സാംസ്കൃതിക് കേന്ദ്രമാണ്. വെണ്ണക്കല്ലിൽ ഒരു ബുദ്ധ വിഗ്രഹവും പഗോഡയും കാണുന്നു. ഓട്ടോ നിർത്തി. ചെരുപ്പുകൾ സൂക്ഷിക്കുവാൻ പ്രത്യേക സ്ഥലം. അവിടെ സൂക്ഷിച്ച് ഞങ്ങൾ പടവുകൾ ചവിട്ടി അകത്തേക്ക് കയറി. പടവുകൾക്ക് 2 വശങ്ങളുമായി 2 വ്യാളീ രൂപങ്ങൾ കാണും. മനോഹരമായ രൂപകൽപ്പന. പഗോഡയ്ക്ക് മുന്നിലെ വെണ്ണക്കൽ ബുദ്ധൻ അനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ്. വല്ലാത്ത ശാന്തത, നിശബ്ദമായ അന്തരീക്ഷം. പഗോഡയ്ക്കുള്ളിൽ കയറുവാനാവില്ല. ഞങ്ങൾ അവിടെ തന്നെ ഏറെ നേരം നിന്നു. മേട്ട
ഉദ്ധാര ടെമ്പിൾ ആണിത്. ഒരു വലിയ ഓട്ടുമണി തൂക്കിയിട്ടിരിക്കുന്നു. പഗോഡയ്ക്ക് മുന്നിലായി പല രൂപത്തിലുള്ള ബുദ്ധവിഗ്രഹങ്ങൾ കറുപ്പിലും ചുവന്ന നിറങ്ങളിലും മനോഹരമായി കാണുന്നു. വിൽപ്പനയ്ക്കായി വച്ചിരിക്കുകയാണ്. യാത്ര തുടരുകയാണ്. അടുത്തടുത്ത് ഇത്തരം ക്ഷേത്രങ്ങളും പഗോഡകളുമൊക്കെ ധാരാളമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഓട്ടോ വിളിച്ചത്. പാർക്കിംഗ് ഇവിടെയും പ്രശ്നമാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. തന്നെയുമല്ല, ഞാൻ കുറച്ച് ഫ്രീ ആവുമല്ലോ ഷൂട്ട് ചെയ്യുവാൻ. ഇതാണ് സൗകര്യം. റോഡിനിരുവശവും ബുദ്ധ വിഗ്രഹങ്ങളാണ്. ഈ കാണുന്നത് കർമാൾ ടെമ്പിൾ ആണ്. എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. സ്വർണവർണ്ണത്തിലും കറുപ്പിലും പല രൂപത്തിലും ഭാവത്തിലുമുള്ള ബുദ്ധ രൂപങ്ങൾ. ഞങ്ങൾ മൊണാസ്ട്രിക്കുള്ളിലേക്ക് കടന്നു. സ്വർണവർണ്ണത്തിൽ ശ്രീബുദ്ധന്റെ രൂപം ചേതോഹരമായി കാണുന്നു. ചുവപ്പും സ്വർണവും വർണ്ണങ്ങളിൽ മനോഹരം തന്നെ. ഒരിക്കൽ ഞാൻ നേപ്പാളിലെ ലുംബിനി സന്ദർശിക്കുകയുണ്ടായി. അവിടെയും ഇതേപോലെ നീണ്ടുകിടക്കുന്ന വീതിക്കിരുവശവുമായി ധാരാളം മൊണാസ്ട്രികൾ കാണുകയുണ്ടായി. ആ കാഴ്ചയെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. വളരെ മനോഹരമായി ഇരുവശങ്ങളിലും വൃക്ഷങ്ങളുമായൊരു വീഥി. ഞങ്ങൾ അകത്തേക്ക് കടന്നു. നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെയുള്ള ബുദ്ധപ്രതിമ 1989 നവംബറിൽ ശ്രീ ദലൈലാമയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഒരു ഫലകം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ആ പ്രതിമ. ദലൈലാമ ഉദ്ഘാടനം ചെയ്ത ബൃഹത്തായ പ്രതിമ. ശാന്തമായി ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധന്റെ മനോഹര രൂപം. അവിടെ നിന്നും ഇറങ്ങി മറ്റൊരു മൊണാസ്ട്രി ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ഇവിടെയും നിർമ്മാണം നടക്കുകയാണ്. ചുവപ്പിലും മഞ്ഞയിലും സ്വർണവർണ്ണങ്ങളിലും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന മൊണാസ്ട്രിക്ക് ചുറ്റും മഞ്ഞ പുഷ്പങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്നു. വൃത്താകൃതിയിലാണ് ചുറ്റുമതിൽ. പിന്നിലായി മറ്റൊരു നിർമ്മാണം നടക്കുന്നു. ഈ സ്ട്രീറ്റിന്റെ ഇരുവശങ്ങളിലും ലോകത്ത് പല സ്ഥലത്തുമുള്ള ബുദ്ധന്റെ അനുയായികൾ അവരുടെ ചെലവിൽ നിർമ്മിച്ച് പരിപാലിച്ചിരിക്കുന്ന പഗോഡകളാണ്. ഇതൊരു ജാപ്പനീസ് ടെമ്പിളാണ്. ജാപ്പനീസ് ടെമ്പിളിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. വലിയ വൃക്ഷങ്ങൾ, അവ നൽകുന്ന തണലും കുളിർമയും. ഞങ്ങൾ അകത്തേക്ക് കടന്നു. ക്ഷേത്രങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരേ രൂപമാണെങ്കിലും അതാത് രാജ്യക്കാർ അവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറേ കുട്ടികൾ നിരനിരയായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നു. ഒരേപോലെ വസ്ത്രം ധരിച്ചവർ. അവർ പ്രാർത്ഥനയ്ക്കൊരുങ്ങുകയാണ്. ചിട്ടയോടെ കുട്ടികൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ബുദ്ധസൂക്തങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നു. അവർ ഉറക്കെ ഏറ്റുചൊല്ലുന്നു. ഇതൊരു ഭൂട്ടാനീസ് ടെമ്പിളാണ്. ഇവിടെ കുറേ സന്ദർശകരെ കാണുന്നു. ഇവിടെയും നല്ല പ്രാർത്ഥന നടക്കുകയാണ്. ചിത്രപ്പണികളാൽ മനോഹരമാണ് ഉൾവശം. എല്ലാ ക്ഷേത്ര പരിസരങ്ങളിലും ചെറിയ ചെറിയ വ്യാപാരശാലകൾ, പഴങ്ങളുടെയും തുണിത്തരങ്ങളുടെയും. അമ്മ അടുത്ത ഒരു ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. ഇവിടെയും ക്ഷേത്രം പുതുക്കൽ.
നിർമ്മാണം പൂർത്തിയാവുമ്പോഴുള്ള മിനിയേച്ചർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പടവുകൾ കയറി ചെല്ലുമ്പോൾ ഉൾവശം ഇങ്ങനെയാണ്. എല്ലായിടത്തെയും പോലെ ധ്യാനത്തിലിരിക്കുന്ന ശ്രീബുദ്ധന്റെ രൂപം. ശാന്തമായ അന്തരീക്ഷം. ഇവിടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനാ രീതികൾ എഴുതി വച്ചിട്ടുണ്ട്. അടുത്ത് കണ്ട തുണിക്കടയിലേക്ക് സിനിയും ഭാര്യയും അമ്മയും കയറി. അമ്മയ്ക്ക് പക്ഷേ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ക്ഷേത്രങ്ങൾ കാണുക, പ്രാർത്ഥിക്കുക, അതിനായി എന്ത് ത്യാഗവും ചെയ്യാൻ അമ്മ തയ്യാറാണ്. അവിടെ നിന്നും ഇറങ്ങി അടുത്ത മൊണാസ്ട്രി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇതൊരു ലോകമാണ്, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകം. ഇവിടെ യാതൊരു കോലാഹലവും ബഹളവും ഒന്നുമില്ല. എല്ലാവർക്കും സൗമ്യഭാവം. ബംഗ്ലാദേശിൻ്റെ മൊണാസ്ട്രിയാണ്. ഇവിടെ വലിയ ആഡംബരമൊന്നും കാണാനില്ല, എങ്കിലും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ചില പൂർവകാല ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഓട്ടോറിക്ഷയെയാണ് ആശ്രയിക്കുന്നത്. തിരക്കിനിടയിലൂടെ എല്ലായിടവും സന്ദർശിച്ച് മടങ്ങുവാൻ ഈ സംവിധാനമാണ് സൗകര്യം. തുണിത്തരങ്ങൾ വിൽക്കുന്നവർ, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്നവർ, അലങ്കാര വസ്തുക്കൾ വിൽക്കുന്നവർ, ആഭരണങ്ങൾ വിൽക്കുന്നവർ തുടങ്ങി റോഡിനിരുവശവും കച്ചവട സ്ഥാപനങ്ങളാണ്. ഭാര്യയുടെയും സിനിയുടെയും നോട്ടം അവിടേക്കാണ്. ഓട്ടോയിൽ വെച്ച് നമുക്ക് ഇവിടെയൊക്കെ കയറണമെന്ന് അവർ പറയുന്നത് കേട്ടു. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോയപ്പോഴൊന്നും കാണാത്ത കൗതുകവും ആകർഷണവുമാണ് അവർക്ക്. മഹാബോധി സൊസൈറ്റി ഓഫ് ഇന്ത്യ ബോധ് ഗയ സെന്റർ എന്ന ബോർഡ് കാണുന്നു. ഇവിടെ വരെ മാത്രമേ വാഹനങ്ങൾ സഞ്ചരിക്കൂ. ഓട്ടോക്കാരൻ ഞങ്ങളെ ഇവിടെ ഇറക്കി കടന്നുപോയി. ഇവിടെയാണ് ബുദ്ധക്ഷേത്രവും മഹാബോധി വൃക്ഷവും. ഞങ്ങൾ വഴിയുടെ ഓരം ചേർന്ന് നടന്നു. ധാരാളം ബുദ്ധസന്യാസിമാർ. വെൽക്കം ടു മഹാബോധി മഹാവിഹാര ടെമ്പിൾ ബോർഡ് കാണുന്നു. ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ്. വല്ലാത്ത ആകാംക്ഷയോടെ അവിടേക്ക് നടന്നു. ബുദ്ധക്ഷേത്രത്തിന്റെ മകുടം കാണാം. ധാരാളം പേർ വന്നും പോയും ഇരിക്കുന്നു. ഇതൊരു ലോകമാണ്. ഇവിടെയും ബുദ്ധ സന്യാസിമാർ. മൊബൈലുമായി ഉള്ളിൽ പ്രവേശിക്കാനാവില്ല. റിസപ്ഷനിൽ ഏൽപ്പിക്കണം. കർശന നിയന്ത്രണമാണ് ഉള്ളിൽ. ബോധ് ഗയയിലെ ഇവിടെയുള്ള മഹാബോധി വൃക്ഷ ചൂട്ടിൽ വെച്ചാണ് ശ്രീബുദ്ധൻ ബോധോദയം പ്രാപിച്ചത്. ഈ സ്ഥലത്താണ് ഇന്ന് ഈ മഹാബോധി ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതസ്ഥരുടെ 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന്. ഇന്ന് മഹാബോധി ക്ഷേത്രത്തിന് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ചിട്ടുണ്ട്. ബീഹാർ സംസ്ഥാനത്തെ പാട്നയിൽ നിന്നും ഏതാണ്ട് 110 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതസ്ഥർ മാത്രമല്ല, മറ്റു മതസ്ഥരും പരിപാവനമായി കരുതുന്ന സ്ഥലമാണിത്. വിശുദ്ധ ബോധിവൃക്ഷം ഇവിടെയാണ്. വജ്ര സിംഹാസനവും. ശ്രീബുദ്ധന് ബോധോദയം പ്രാപിക്കുന്നതിനും ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം, അതും ക്രിസ്തുവിന് മുമ്പ് 250-ൽ മഹാനായ അശോക ചക്രവർത്തിയാണ് ഇവിടെ ക്ഷേത്രവും മഠവും സ്ഥാപിച്ചത്. എന്നാൽ കാലപ്രവാഹത്തിൽ അത് നാശോന്മുഖമാവുകയും പിന്നീട് ഗുപ്ത സാമ്രാജ്യകാലത്ത് 6-ാം നൂറ്റാണ്ടിൽ പണികഴിച്ചതാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്ര സമുച്ചയം. ശ്രീബുദ്ധന്റെ കാലത്ത് ഈ സ്ഥലം ഉരുവേല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീബുദ്ധൻ BC 563-ൽ നേപ്പാളിലെ ലുംബിനിയിൽ വൈശാഖി പൗർണമി നാളിൽ ജനിച്ചുവെന്ന് വിശ്വസിക്കുന്നു. തന്റെ കുടുംബം ഉപേക്ഷിച്ച് BC 534-ൽ തന്റെ 29-ാം വയസ്സിൽ സത്യം തേടിയുള്ള യാത്ര അവസാനിച്ചത് ഗയയിലെ ഈ സ്ഥലത്ത് വെച്ചാണ്. കമാനത്തിന് ഉള്ളിലേക്ക് കടന്നാൽ വിശാലമായ വീഥിയാണ്. ഇരുവശത്തും മനോഹരമായി വൃക്ഷങ്ങൾ.
അവയുടെയൊക്കെ ചുവട്ടിൽ ബുദ്ധ സന്യാസിമാർ. പാദരക്ഷകൾ അകത്ത് സൂക്ഷിക്കുവാൻ സ്ഥലമുണ്ട്. വീതിയേറിയ കൽപ്പടവുകൾ ഇറങ്ങി ചെല്ലുന്നിടത്താണ് ബുദ്ധക്ഷേത്രം. സ്വർണ്ണ നിറത്തിൽ ചേതോഹരമാണത്. ധ്യാനാവസ്ഥയിലുള്ള ശ്രീബുദ്ധൻ. ക്ഷേത്രത്തിന് പുറകിലായി മഹാബോധിവൃക്ഷം. അത് ക്ഷേത്രത്തിന്റെ പുറകുഭാഗത്തായി പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. എന്തൊരു ശാന്തതയാണിവിടെ. നല്ല തിരക്ക്. എന്നാൽ ആരും കലപില കൂട്ടുന്നില്ല. ധ്യാനത്തിലിരിക്കുന്ന ശ്രീബുദ്ധന് അസ്വസ്ഥതയുണ്ടാവാൻ പാടില്ലല്ലോ. നല്ല വൃത്തി. ചുറ്റുമുള്ള വൃക്ഷത്തണലിലിരുന്ന് ബുദ്ധ സന്യാസിമാർ ധ്യാനിക്കുന്നു. ഞാൻ ഏറെ നേരം കണ്ണുകളടച്ച് മഹാബോധിവൃക്ഷത്തണലിലിരുന്നു. എന്തൊരനുഭവമാണത്. ക്ഷേത്രത്തിന് തെല്ലകലയായി ഒരു വലിയ കുളമുണ്ട്. ചുറ്റും കൽപ്പടവുകളാൽ മനോഹരമാക്കിയിരിക്കുന്നു. നടുവിൽ ഒരു പീഠം. ആ പീഠത്തിൽ ശ്രീബുദ്ധൻ ധ്യാനാവസ്ഥയിൽ ഇരിക്കാറുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ മഹാബോധിവൃക്ഷവും തണലും ഇളം കാറ്റും നിശബ്ദതയും ആരും അറിയാതെ മന്ത്രിച്ചു പോകും. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, ശംഖം ശരണം ഗച്ഛാമി. തിരികെ മടങ്ങുകയാണ്. എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങുന്നു. അത് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല. കണ്ണിൽ തുളുമ്പി വന്ന രണ്ടിറ്റ് കണ്ണുനീർ മെല്ലെ തുടച്ച് ഞാൻ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ക്ഷേത്രത്തിലേക്ക് വന്ന വഴിയെ തന്നെ തിരികെ മടങ്ങുകയാണ്. ഹോട്ടൽ ബോധ്ഗയ ഗൗതം. ഇവിടെയാണ് ഞങ്ങൾ മുറിയെടുത്തത്. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഗ്രാമം കാണുവാൻ ഇറങ്ങിയതാണ്. അമ്മയും ഭാര്യയും കയ്യിൽ പാത്രവുമായാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ഗ്രാമീണരും പാൽ കച്ചവടക്കാരാണ്. പശുവോ എരുമയോ ഇല്ലാത്ത വീടുകളില്ല. അത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കാണുന്നവരാണിവർ. ശുദ്ധമായ പാൽ നേരിട്ട് വാങ്ങുവാനായിട്ടാണ് പാത്രം കയ്യിൽ കരുതിയത്. തനി ഗ്രാമം, ശാന്തമായ അന്തരീക്ഷം. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ശ്രീനഗർ ബൈജൂബിക എന്ന ബോർഡ് കാണുന്നു. ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയാണ്. അതിലേ നടന്നു. നിറയെ പശുക്കൾ. അവയെ പരിപാലിക്കുന്ന ഗ്രാമീണർ. മൺചുവരുകൾ. ചില വീടുകൾ മണ്ണുകൊണ്ട് തന്നെ പൂശിയിട്ടുണ്ട്. ഒരു ആലും ക്ഷേത്രവും. അവിടെ അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് പാൽ വാങ്ങുവാനുള്ള പാത്രവുമായി അവർ പോവുകയാണ്. നല്ല പരിചയഭാവത്തിൽ. ഞാൻ ഗ്രാമത്തിലൂടെ ഒന്ന് നടന്നു. ആൽച്ചുവട്ടിൽ ഒരു ചെറിയ ക്ഷേത്രം. കുട്ടികൾ. മൃഗങ്ങളുടെ ദേഹത്ത് കട്ടിയുള്ള ചാക്ക് വിരിച്ചിരിക്കുന്നു. മഞ്ഞിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ അവയെ സംരക്ഷിക്കുവാനാണ്. എത്ര സ്നേഹത്തോടെയാണ് ഇവർ അവയെ പരിപാലിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. എവിടെയും പശുക്കളാണ്. അവ സമാധാനമായി ജീവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കെട്ടിടങ്ങൾ. ഒരുപക്ഷെ ഗവൺമെന്റ് തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭവന സമുച്ചയമാവാം. ഒരു വലിയ കോൺക്രീറ്റ് ചട്ടിക്കുള്ളിൽ പശുക്കൾക്ക് തീറ്റ കൊടുത്ത് അവയെ പരിപാലിക്കുകയാണ് ഒരു പയ്യൻ. പരിസരങ്ങൾ നല്ല വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ തിരികെ അമ്മയുടെയും ഭാര്യയുടെയും അടുത്തെത്തി. അവർ പരസ്പരം അറിയാത്ത ഭാഷയിൽ ആശയവിനിമയം നടത്തുകയാണ്. സ്നേഹത്തിനു മുന്നിൽ ഭാഷ ഒരു പ്രശ്നമല്ലല്ലോ. പാലുമായി ഒരു സ്ത്രീ വന്നു. അമ്മ പാത്രം അവർക്ക് കൊടുത്ത് പാൽ വാങ്ങുകയാണ്. വളരെ ശ്രദ്ധയോടെ അവർ പാൽ പകർന്നു നൽകി. നാളെ വരുമോ എന്നാണ് അവർ ചോദിച്ചത്. അവരുടെ അടുത്ത് അമ്മ ശുദ്ധ മലയാളത്തിൽ ആംഗ്യ സഹിതം ഇല്ല, പോവുകയാണ് എന്ന് പറയുന്നു. അവർക്ക് തെല്ല് വിഷമമായി. ഭാര്യ പാലിനുള്ള കാശിനേക്കാളും കൂടുതൽ തുകയാണ് അവരെ ഏൽപ്പിച്ചത്. സന്തോഷത്തോടെ വാങ്ങി അവർ അകത്തേക്ക് പോയി. ഞങ്ങൾ തിരികെയും. കുറേ പശുക്കളും എരുമയും. അവരും അവരവരുടെ സങ്കേതത്തിലേക്ക് മടങ്ങുകയാണ്.